നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മാസഫലത്തിൽ നമ്മൾ നോക്കുന്നത് പൂരാട നക്ഷത്രക്കാരുടെ ജൂൺ മാസഫലമാണ്. ജ്യോതിഷശാസ്ത്രം അനുസരിച്ച് ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ സ്വഭാവ സവിശേഷതകളും ഓരോ മാസത്തിലെ ഗ്രഹസ്ഥിതിക്ക് അനുസരിച്ചുള്ള ഫലങ്ങളുമുണ്ട്. 2025 ജൂൺ മാസം പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവരെ എങ്ങനെ സ്വാധീനിക്കുമെന്നും ഈ മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നും തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, കുടുംബം, പ്രണയം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നും ഓരോ ആഴ്ചകളിലെയും വിശകലനങ്ങളും ദോഷപരിഹാരങ്ങളുമെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൂരാട നക്ഷത്രം ജ്യോതിഷത്തിലെ 20ാമത്തെ നക്ഷത്രമാണ്. ധനുരാശിയുടെ 13°20' മുതൽ 26°40' വരെയാണ് ഈ നക്ഷത്രം വ്യാപിച്ചിരിക്കുന്നത്. പൂരാട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് നിരവധി സവിശേഷമായ സ്വഭാവങ്ങളുണ്ട്. ഇവർ വിനയമുള്ളവരും ദൈവിക സ്വഭാവമുള്ളവരും യുക്തിപരമായി ചിന്തിക്കുന്നവരുമാണ്. സ്വന്തം വിശ്വാസങ്ങളിൽ ഇവർ ഉറച്ചു നിൽക്കും. എഴുതുവാനുള്ള കഴിവ് ഇവർക്കുണ്ട്. പ്രത്യേകിച്ച് കവിത കേൾക്കാനും എഴുതുവാനും ഇവർ അത്യധികം താല്പര്യം കാണിക്കും. ഏത് കഠിന സാഹചര്യങ്ങളിലും ഇവർ അതിശയകരമായ ക്ഷമ പാലിക്കാൻ സാധിക്കും. തടസ്സങ്ങൾ ഇവരെ സമ്മർദ്ദത്തിലാക്കാറില്ല. സാഹസങ്ങൾ ഏറ്റെടുക്കാൻ എപ്പോഴും തയ്യാറുമാണ്. ശരിയായ സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കാൻ ഇവർക്ക് കഴിയും. വാക്ക് പാലിക്കുന്നവരും മികച്ച വിദ്യാഭ്യാസമുള്ളവരും ആകർഷകമായ വ്യക്തിത്വമുള്ളവരും പൂരാട നക്ഷത്രക്കാരിൽ ഏറെയുണ്ട്. ഊർജ്ജസ്വലരും ജിജ്ഞാസയുള്ളവരുമായ ഇവർ പ്രതികൂല സാഹചര്യങ്ങൾ ഒരിക്കലും പിന്തിരിയാറില്ല. പ്രകൃതത്താൽ കാരുണ്യവും ദയയും മഹാമനസ്കതയുമുള്ളവരാണിവർ. പുകഴ്ത്തുന്നത് ഇവർക്ക് സന്തോഷം നൽകുമെങ്കിലും കുറ്റപ്പെടുത്തലുകൾ ഒട്ടും സഹിക്കുകയില്ല. അതിനാൽ മധുരവാക്കുകളിലൂടെ മാത്രമേ ഇവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ സാധിക്കൂ. പൂരാട നക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴമാണ്. ഇത് ഇവരുടെ വ്യക്തിത്വത്തിന് ദൈവിക ഗൗരവം, ആത്മാർപ്പണം, സത്യസന്ധത, ധർമാനുസാരം എന്നിവ നൽകുന്നു. വ്യാഴത്തിൻ്റെ സ്വാധീനം ജ്ഞാനം, ഭാഗ്യം, വികാസം എന്നിവയ്ക്ക് അനുകൂലമാണ്. നക്ഷത്ര ദേവത ജലദേവതകളാണ്. ജലദേവതകൾ സാധാരണയായി ശുദ്ധീകരണത്തെയും പോഷണത്തെയും സമൃദ്ധിയെയും പ്രതിനിധീകരിക്കുന്നു. ഇത് പൂരാട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വൈകാരികമായ ഒഴുക്കും സമൃദ്ധിയും കൊണ്ടുവരാൻ സഹായിക്കും. വ്യാഴം അധിപനായി വരുന്നതും ജലദേവതകൾ നക്ഷത്ര ദേവതയായി വരുന്നതും പൂരാട നക്ഷത്രക്കാരുടെ ആത്മീയവും ധാർമ്മികവുമായ വളർച്ചയും സാമ്പത്തിക ഭദ്രതയും സൂചിപ്പിക്കുന്നു. ഇത് രണ്ട് ഘടകങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ പൂരാട നക്ഷത്രക്കാർക്ക് ആത്മീയവും ധാർമ്മികവുമായ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറയുണ്ടെന്നും അത് അവരുടെ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും കൊണ്ടുവരാൻ സഹായിക്കുമെന്നും അനുമാനിക്കാം. ജൂൺ മാസത്തിലെ പ്രധാന ഗ്രഹസ്ഥിതികൾ നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ 2025 ജൂൺ 14 വരെ ഇടവൻ രാശിയിലും ജൂൺ 15 മുതൽ മിഥുനൻ രാശിയിലും സഞ്ചരിക്കും. ഈ സഞ്ചാരം വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ബുധൻ 2025 ജൂൺ 6 തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കും. പിന്നീട് ജൂൺ 22 കർക്കിടകത്തിലേക്കും സംക്രമിക്കും. ജൂൺ 8 വരെ ബുധന് മൗഢ്യമുണ്ട്. ഈ സഞ്ചാരങ്ങൾ ആശയവിനിമയത്തെയും സാമ്പത്തികത്തെയും തീരുമാനങ്ങൾ എടുക്കുന്നതിനെ സ്വാധീനിക്കുന്നുണ്ട്. ശുക്രൻ 2025 മെയ് 31 മുതൽ ജൂൺ 29 വരെ മേടൻ രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രമണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കും. ഈ ഗോചരം ബന്ധങ്ങളെയും സാമ്പത്തിക സ്ഥിതിയെയും സ്വാധീനിക്കും. 2025 ജൂൺ 7 ചൊവ്വ കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും. ഈ സഞ്ചാരം ഊർജ്ജവും ധൈര്യവും വർദ്ധിപ്പിക്കുമെങ്കിലും തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യാഴം ഈ മാസം മുഴുവൻ മിഥുനൻ രാശിയിൽ യാത്ര തുടരും. ഇത് ജ്ഞാനം, ഭാഗ്യം, വികാസം എന്നിവയ്ക്ക് അനുകൂലമാണ്. ജൂൺ 14 മുതൽ വ്യാഴം തിരുവാതിര നക്ഷത്രത്തിൽ സഞ്ചരിക്കും. ഇത് പതിവിലും വേഗത്തിലുള്ള സഞ്ചാരമാണ്. ശനി ഈ മാസം മുഴുവൻ മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സ്ഥിരമായി നിലകൊള്ളും. ഇത് അച്ചടക്കം, ഉത്തരവാദിത്തങ്ങൾ, ദീർഘകാല പദ്ധതികൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. രാഹു ഈ മാസം കുംഭൻ രാശിയിൽ പൂരട്ടാതി നക്ഷത്രത്തിൽ സ്ഥിരമായി നിലകൊള്ളും. ഇത് അപ്രതീക്ഷിതമായ മാറ്റങ്ങളും അവസരങ്ങൾ കൊണ്ടുവരും. രാഹു കേതുക്കൾ അപസ്യവേഗതയിൽ ആണെന്നുള്ളത് ഓർക്കണം. ഈ മാസം കേതു ചിങ്ങൻ രാശിയിൽ ഉത്തര നക്ഷത്രത്തിൽ സ്ഥിതി തുടരും. ഇത് ആത്മീയ വളർച്ചയെയും കർമ്മസംബന്ധമായ വിഷയങ്ങളെയും സ്വാധീനിക്കും. ഈ ഗ്രഹമാറ്റങ്ങൾ പൂരാട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും. വ്യാഴം മിഥുനൻ രാശിയിൽ തുടരുന്നത് ജ്ഞാനപരമായ വളർച്ചയ്ക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കും. ശനി മീനൻ രാശിയിലെ സ്ഥിതി ദീർഘകാല പദ്ധതികൾക്കും അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കും ഉറപ്പ് നൽകുന്നു. പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ നോക്കുമ്പോൾ ജൂൺ മാസം മലയാള മാസങ്ങളായ ഇടവും മിഥുനവും ചേരുന്നതാണ്. ജൂൺ 14 വരെ ഇടവും ജൂൺ 15 മുതൽ മിഥുനവുമാണ്. ഈ മാസം രോഹിണി, മകയിര, തിരുവാതിര എന്നീ 3 ഞാറ്റുവേലകൾ ഉൾപ്പെടുന്നു. ഇത് കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള സമയവുമാണ്. 2025 ജൂൺ മാസത്തിലെ പൂരാട നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണമോ ആഭരണമോ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് സാമ്പത്തികപരമായ ഒരു ആശ്വാസത്തിന് വഴിയൊരുക്കും. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. ഇത് സമൂഹത്തിൽ അംഗീകാരം നേടാൻ സഹായിക്കും. സത്യസന്ധമായ പ്രവൃത്തികൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും. ഇത് ഇവരുടെ അടിസ്ഥാന സ്വഭാവങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതിനാൽ
ഈ ഗുണങ്ങൾ കൂടുതൽ പ്രയോജനകരമാകും. എന്നിരുന്നാലും ദാമ്പത്യ ജീവിതത്തിലെ ചില താളപ്പിഴകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. ഇത് ചെറിയ കലഹങ്ങൾക്കും സ്വൈരക്കേടുകൾക്കും കാരണമായേക്കാം. അപവാദങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം. മാതാപിതാക്കളുടെ നീരസം മാറിക്കിട്ടുന്നതാണ്. ഇത് കുടുംബ ബന്ധങ്ങളിൽ സമാധാനം കൊണ്ടുവരും. ഈ മാസം തൊഴിൽപരമായ പുരോഗതിക്ക് അനുകൂലമാണെങ്കിലും വ്യക്തിബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും വിട്ടുവീഴ്ച മനോഭാവവും ആവശ്യമാണ്. തൊഴിൽ രംഗത്ത് പൂരാടം നക്ഷത്രക്കാർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ച വിദ്യയോടനുബന്ധിച്ച് ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. പുതിയ സംരംഭങ്ങൾ അപ്രതീക്ഷിതമായ വിജയം നേടാൻ സാധ്യതയുണ്ട്. ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്നു ചേരുവാനും ഈ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. വർഷത്തിൻ്റെ തുടക്കത്തിൽ തൊഴിൽപരമായ ചില കഠിനമായ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും നേരിടേണ്ടി വന്നേക്കാം. കൂടുതൽ കഠിനാധ്വാനവും പുതിയ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടാകും. എന്നിരുന്നാലും ഈ വെല്ലുവിളികൾ തടസ്സങ്ങളായിരിക്കില്ല, മറിച്ച് കൂടുതൽ വലിയ വിജയങ്ങളിലേക്കുള്ള ചവിട്ടുപടികളായിരിക്കും. സാമ്പത്തികമായി ഈ മാസം സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണമോ ആഭരണമോ ഒക്കെ തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഇത് സാമ്പത്തികപരമായ ഒരു ആശ്വാസത്തിന് വഴിയൊരുക്കും. എന്നിരുന്നാലും പണത്തിന് അല്പം ഞെരുക്കം അനുഭവപ്പെടാം. എങ്കിലും നല്ല വരുമാനം നേടാനുള്ള അവസരങ്ങളുണ്ടാകും. മാസത്തിൻ്റെ തുടക്കത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ ചിട്ടപ്പെടുത്താൻ പ്രചോദനം ലഭിക്കും. ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാകാം. എന്നാൽ ഗ്രഹങ്ങളുടെ അനുകൂല സ്വാധീനം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശക്തി നൽകും. വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. അതിനാൽ ഈ സമയത്ത് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. നഷ്ടപ്പെട്ട ആസ്തികൾ തിരികെ ലഭിക്കുന്നത് പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നത് നല്ല മാറ്റത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിലെ ശ്രദ്ധയും വിവേകപൂർണമായ തീരുമാനങ്ങളും ദീർഘകാല സ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യപരമായി ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം പൂരാടം നക്ഷത്രക്കാരുടെ രോഗപ്രതിരോധ ശേഷി ശക്തമായിരിക്കും. എന്നിരുന്നാലും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആരോഗ്യത്തിലും ശാരീരിക ക്ഷമതയിലും അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. ഈ കാലഘട്ടം ആരോഗ്യപരമായ അല്പം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. അതിനാൽ ശ്രദ്ധ ആവശ്യമാണ്. അശ്രദ്ധ ഒഴിവാക്കുക. ഈ വർഷം ആരോഗ്യകാര്യത്തിൽ ജാഗ്രത ആവശ്യവുമാണ്. വൈകാരികമായ പ്രശ്നങ്ങൾ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ശക്തപരമായ രോഗപ്രതിരോധ ശേഷി ഊർജ്ജനില നിയന്ത്രിക്കാൻ സഹായിക്കും. കഠിനാധ്വാനം കാരണം ആരോഗ്യത്തിനായി വേണ്ടത്ര സമയം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ശാരീരികമായി ശക്തരാണെങ്കിലും ജോലി സംബന്ധമായ സമ്മർദ്ദം കാരണം വൈകാരികമായ ആരോഗ്യത്തിലും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. തിരക്കേറിയ ദിനചര്യകൾക്കിടയിലും സ്വയം പരിചരണത്തിന് മുൻഗണന നൽകുന്നത് ആരോഗ്യപരമായ സ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടാകാനിടയുണ്ട്. മാതാപിതാക്കളുടെ നീരസം മാറിക്കിട്ടുന്നതുമാണ്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്നു ചേരും. വിവാഹ ജീവിതം പൊതുവെ നല്ലതായിരിക്കുമെങ്കിലും വിവാഹത്തിന് കാലതാമസം കാണുന്നുണ്ട്. പങ്കാളിയോടും അവരുടെ കുടുംബത്തോടും കൂടുതൽ അടുപ്പം കാണിക്കും. കലഹങ്ങളും സ്വൈരക്കേടുകളും സ്ഥിരമായി ഉണ്ടാകാൻ സാധ്യതയും കാണുന്നുണ്ട്. കുടുംബജീവിതം അനുരഞ്ജനത്തിനും ഐക്യത്തിനും സാധ്യത നൽകുന്നുണ്ടെങ്കിലും ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പങ്കാളിയുടെ കുടുംബത്തോടുള്ള സ്വാഭാവികമായ അടുപ്പം സ്വന്തം കുടുംബത്തിനുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുമുണ്ട്. പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഈ വർഷം ബന്ധങ്ങളിൽ കൂടുതൽ ഹൃദയം നൽകാനും ആളുകളുമായി ഊഷ്മളമായ രീതിയിൽ ബന്ധപ്പെടാനും പ്രചോദനം നൽകും. ഒരു നല്ല കാഴ്ചപ്പാടോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രണയ ജീവിതത്തിൽ ചില പ്രധാന വൈകാരിക നിമിഷങ്ങൾ അനുഭവപ്പെടും. ഈ വർഷം ബന്ധങ്ങളിൽ സന്തോഷവും ആനന്ദവും കൊണ്ടുവരും. കടന്നു പോകുന്ന അനുഭവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. ബന്ധങ്ങളിൽ മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ ചൂണ്ടിക്കാണിക്കും. പ്രണയ ജീവിതം വൈകാരികവും തീവ്രവുമായ ആഴത്തിലുള്ള ബന്ധങ്ങൾക്കുള്ള അവസരം നൽകുന്നുണ്ട്. വെല്ലുവിളികൾ പഠനാനുഭവങ്ങളായി വർദ്ധിക്കും. വ്യക്തികളെ ബന്ധങ്ങളുമായുള്ള സമീപനം മെച്ചപ്പെടുത്താനും കൂടുതൽ സന്തോഷം വളർത്താനും സഹായിക്കും. വിദ്യാഭ്യാസപരമായി പൂരാട നക്ഷത്രക്കാർക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കും. വിദ്യാഭ്യാസ രംഗത്ത് ഇവർക്ക് പ്രത്യേക വിജയം നേടാനും സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനുള്ള അവസരങ്ങളുമുണ്ട്. ഉപരിപഠനത്തിന് സാധ്യതയുണ്ട്. പഠിച്ചതുമായി ബന്ധപ്പെട്ട ഉദ്യോഗത്തിനുള്ള അവസരങ്ങളും വന്നു ചേരും. പൂരാട നക്ഷത്രക്കാർക്ക് അക്കാദമിക്കായി ഉയർന്ന കഴിവുണ്ട്, പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രം പോലുള്ള പ്രത്യേക മേഖലകളിൽ. ജൂൺ മാസം അക്കാദമിക വിജയത്തിനും പഠിച്ച അറിവ് തൊഴിൽപരമായി പ്രയോജനപ്പെടുത്തുന്നതിനും അവസരങ്ങൾ നൽകുന്നു. ഇതവരുടെ പഠനപരമായ താൽപ്പര്യങ്ങളെ ശക്തിപ്പെടുത്തും. ഓരോ ആഴ്ചകളിലെയും വിശകലനം നോക്കുമ്പോൾ മാസത്തിൻ്റെ ആരംഭം 1 മുതൽ 7 വരെ ഈ ആഴ്ച വൈകാരികമായ രോഗശാന്തിക്കും ആത്മപരിശോധനയ്ക്കും ഊന്നൽ നൽകുന്നുണ്ട്. ജൂൺ 1 ശുക്രനും കൈറോണും മേടൻ രാശിയിൽ ചേരുന്നത് ഹൃദയം തുറക്കുന്നതിനും ധൈര്യത്തിലൂടെയും സ്നേഹിക്കപ്പെടാത്തതിനെ സ്നേഹിക്കുന്നതിലൂടെയും രോഗശാന്തി നേടുന്നതിനും സഹായിക്കും. ജൂൺ 6 ശുക്രൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ആസ്വാദ്യമായ അനുഭവങ്ങൾക്കും സ്വന്തം മൂല്യങ്ങളെ പരിപോഷിപ്പിക്കാനും ഊന്നൽ നൽകുന്നു. ജൂൺ 6 ബുധൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുമെങ്കിലും ജൂൺ 8 വരെ ബുധന് മൗഢ്യമുണ്ട്. ഇത് ആശയവിനിമയത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിനാൽ സംഭാഷണങ്ങളിൽ ശ്രദ്ധയും ചിന്തയും ആവശ്യമാണ്. ജൂൺ 7 ചൊവ്വ കർക്കിടകത്തിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നത് ഊർജ്ജവും ധൈര്യവും വർദ്ധിപ്പിക്കും. എന്നാൽ തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച കരുതലോടെ സമീപനം ആവശ്യമാണ്.
മാസത്തിൻ്റെ മധ്യം 8 മുതൽ 21 വരെ ഈ കാലയളവ് മാനസികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകുന്നു. ജൂൺ 8 ബുധൻ വ്യാഴവും മിഥുനവും രാശിയിൽ ചേരുന്നത് ആശയവിനിമയ വികാസത്തിനും ജിജ്ഞാസയ്ക്കും വഴിയൊരുക്കും. മാനസികമായ തെളിവും പുതിയ ഊർജ്ജങ്ങളും ഉണ്ടാകും. അതേ ദിവസം തന്നെ ബുധൻ കർക്കടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ചിന്തകളെ ഉള്ളിലേക്ക് നയിക്കും. ഓർമ്മകളിലൂടെയും വികാരങ്ങളിലൂടെയും ആശയവിനിമയം നടത്താൻ പ്രേരിപ്പിക്കും. ജൂൺ 9 വ്യാഴം കർക്കടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് വൈകാരികമായ പുനഃസ്ഥാപനത്തിനും പൂർവികരുടെ രോഗശാന്തിക്കും ആത്മീയ പോഷണത്തിനും ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കും. മാസാവസാനം വൈകാരികമായ പുനർജനിക്കും ആന്തരിക ശക്തിക്കും ഊന്നൽ നൽകുന്നു. ജൂൺ 21 സൂര്യൻ കർക്കടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് വർഷത്തിൻ്റെ ഒരു മധ്യബിന്ദുവിനെ അടയാളപ്പെടുത്തുന്നു. ഇത് വീട്, ഉത്ഭവം, ഹൃദയം എന്നിവയിലേക്ക് മടങ്ങാനും വേരുകൾ പിന്തുണ നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ജൂൺ 22 സൂര്യൻ കർക്കടകൻ രാശിയിൽ ശനിയുമായി മേടൻ രാശിയിൽ ചതുർക്കോണിൽ വരുന്നത് വൈകാരിക ആവശ്യങ്ങളും വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളും തമ്മിലുള്ള സംഘർഷം വെളിപ്പെടുത്തും. ഇത് വെല്ലുവിളികൾ ഉണ്ടാക്കുമെങ്കിലും ആവശ്യമായ കാര്യങ്ങൾ വ്യക്തമാക്കാൻ സഹായിക്കും. ജൂൺ 23 സൂര്യൻ കർക്കടകൻ രാശിയിൽ നെപ്റ്റ്യൂണുമായി മേടൻ രാശിയിൽ ചതുർക്കോണിൽ വരുന്നത് പഴയ മിഥ്യാബോധങ്ങൾ ഇല്ലാതാക്കാനും അദൃശ്യമായ കാര്യങ്ങൾ ആഴത്തിലുള്ള വിശ്വാസത്തിനും വഴിയൊരുക്കും. ജൂൺ 24 വ്യാഴം കർക്കടകൻ രാശിയിൽ സൂര്യനുമായി ചേരുന്നത് വൈകാരിക വികാസത്തിനൊരു തിളക്കമുള്ള അനുഗ്രഹത്തെയും പ്രകാശത്തെയും സൂചിപ്പിക്കുന്നു. ജൂൺ 25 കറുത്തവാവ് വൈകാരിക സുരക്ഷ, അടുപ്പം, ആന്തരികമായ ഉൾച്ചേരൽ എന്നിവ ഉള്ള വിത്ത് പാകാൻ സഹായിക്കുന്നു. ഇത് നാഡീവ്യൂഹത്തെ പുനഃസ്ഥാപിക്കാനും വേരുകൾ വീണ്ടെടുക്കാനും പുതിയ തുടക്കങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ഈ മാസത്തെ ദോഷപരിഹാരങ്ങളായി പറയുന്നത് മഹാലക്ഷ്മി ഭജനം, അന്നപൂർണേശ്വരി ഭജനം എന്നിവ പതിവാക്കുന്നത് ശുഭകരമാണ്. ഭരണി, പൂരം, പൂരാട നക്ഷത്രങ്ങളിൽ ഭദ്രകാളി ദർശനം, ജന്മനക്ഷത്രത്തിൽ മഹാലക്ഷ്മി പൂജ അഥവാ ദേവി പൂജ എന്നിവ നടത്തുന്നത് തടസ്സങ്ങളും ദുരിതങ്ങളും കുറയ്ക്കാൻ സഹായിക്കും. ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസ്യ ദിവസങ്ങളിലും ഭരണി നക്ഷത്രവും വരുന്ന ദിവസം ദേവി ഭജനം ഗുണകരമാണ്. പൂരാടവും വെള്ളിയാഴ്ചയും ചേരുന്ന ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ നടത്തുന്നത് അത്യുത്തമമാണ്. പൂരാടവും വ്യാഴവും ചേരുന്ന ദിവസങ്ങളിൽ വിഷ്ണു പൂജ നടത്തുന്നത് ഫലങ്ങൾ നൽകും. ലക്ഷ്മി ഹോമം, ഗുരുശാന്തി ഹോമം എന്നിവ ചെയ്യുന്നത് ദോഷങ്ങളെ അകറ്റാൻ സഹായിക്കും. ഞായർ, തിങ്കൾ, പ്രദോഷ, ശനി, മഹാശിവരാത്രി ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും. രാഹുപ്രീതിക്കായി വെള്ളിയാഴ്ചകളിൽ ദുർഗാ ഭഗവതി ക്ഷേത്ര ദർശനം ഗുണം ചെയ്യും. ഈ പരിഹാരങ്ങൾ ഭക്തിയോടെയും വിശ്വാസത്തോടെയും അനുഷ്ഠിക്കുന്നത് ഗ്രഹദോഷങ്ങളെ ലഘൂകരിക്കാനും ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരാനും സഹായിക്കും. ജ്യേഷ്ഠമാസത്തിലെ ജലദാനം പോലുള്ള ആചാരങ്ങൾ നിസ്വാർത്ഥ സേവനത്തിനും പാരിസ്ഥിതിക അവബോധത്തിനും ഊന്നൽ നൽകുന്നു. ഇത് ഗ്രഹസ്വാധീനങ്ങളെ ലഘൂകരിക്കുന്നതിന് സഹായകമാണ്. ഈ പ്രവൃത്തികൾ ആത്മീയമായ സമാധാനവും നല്ല കർമ്മവും വളർത്താൻ ലക്ഷ്യമിടുന്നുണ്ട്.